ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഒരു കേക്ക് മേടിച്ച് ഞാനറിയാതെ. ഞാൻ ഇത്രയും വർഷമായിട്ട് ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടും എടുത്തിട്ടും ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മോൾക്കൊരാഗ്രഹം എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കണമെന്ന്. അപ്പോൾ അതേ മോള് തന്നെ ഞാനറിയാതെ പിന്നെ ഓർഡർ ചെയ്ത് വൈകിട്ടായപ്പോൾ ഒരു 380 രൂപയായി ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് അത് കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിഷ്ടമല്ല, വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഞാൻ ചേട്ടൻ മേടിച്ച്. പിന്നെ രാത്രിയിൽ എൻ്റെ മോള് പറയുന്നത് അമ്മേ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചുകൊണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എൻ്റെ മോള് മേടിച്ചുകൊണ്ട് വന്നേയില്ലേ, അവിടെ ആഗ്രഹത്തിൽ ഒന്ന് മുറിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മോനെ നാളെ ആട്ടെ, രാവിലെ നമുക്ക് സമയമുണ്ടെങ്കിൽ മുറിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ മോൾക്ക് 8:30 പോകണം, എനിക്ക് ഒരു 9-10 ആകുമ്പോഴത്തേന് പോകണം. അപ്പോൾ അതിന് സമയമില്ലായിരുന്നു. വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് വിചാരിച്ച് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച്. മക്കളുടെ സന്തോഷമല്ല എൻ്റെ ജീവിതം, അവരിലുള്ള ജീവിതമാണ്. എൻ്റെ മക്കളാണ് എൻ്റെ എല്ലാം. അപ്പോൾ അവരെ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നമ്മൾ കേക്ക് മുറിക്കാം. ഞാനും മോളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആദ്യത്തെ ഇത്രയും വർഷത്തിനകം ആദ്യത്തെ ബർത്ത്ഡേ കേക്ക് മുറിക്കുക, ആ ഒരു സന്തോഷം എൻ്റെ ചാനലിലൂടെ ഇടുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു കാര്യം പറയാൻ പ്രത്യേകം വിട്ടുപോയി, ഞാൻ കേക്ക് കഴിക്കത്തില്ല. എൻ്റെ മോൾ അതിന് 2 ഡയറി മിൽക്ക് എനിക്ക് മേടിച്ചുകൊണ്ട് തന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ സന്തോഷത്തിന് ഞാൻ കേക്ക് മുറിക്കണ്ടായോ, മുറിക്കണം. ബർത്ത്ഡേ കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ഒറ്റയ്ക്ക് പാടുവാണേ, ആരും പാടാനില്ല. കുറച്ചുകൂടെ പ്രായമുള്ള രണ്ടുപേരെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലല്ലോ.